ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. യേശുവിനെ പോലെ ജീവിക്കുക എന്നതാണ് നമ്മുടെ പഠന വിഷയം. ഈ ദൈവവചന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ പ്രസിദ്ധനായിരുന്ന ജോൺ വെസ്ലി എല്ലാ ദിവസവും തിരുവെഴുത്തുകൾ ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവമായിരുന്നു. അങ്ങനെ യോഹന്നാൻ്റെ ലേഖനം താൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടക്കുവാനിടയായി. ഒരു സിംഹം ഇരയെ ചാടിപ്പിടിക്കുന്നത് പോലെ ഈ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ കീഴ്പ്പെടുത്തുവാൻ തുടങ്ങി. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്നായിരുന്നു ആ വചനം. യാതൊരു അർത്ഥശങ്കയ്ക്കും ഇട നൽകാത്ത വ്യക്തമായ ഒരു വചനമാണ്. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ക്രിസ്തു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശുവിൻ്റെ ജീവൻ നമ്മിലേക്ക് വീണ്ടും ജനനത്തിലൂടെ ദൈവം നൽകുമ്പോൾ, യേശുവിൻ്റെ ജീവനാൽ നാം നിറയപ്പെട്ട് നയിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് ക്രിസ്തു നടന്നതുപോലെ നടക്കുവാൻ നാം പ്രാപ്തരാകുന്നു എന്നുള്ളതാണ്. ഈ വാക്യം ജോൺ വെസ്ലി എന്ന ദൈവപുരുഷൻ വായിച്ചപ്പോൾ അദ്ദേഹം വളരെ ഉത്സാഹഭരിതനായി. തൻ്റെ മുമ്പിൽ സാധ്യതയുടെ ഒരു വലിയ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. എന്നെപ്പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന് സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ നടന്നതുപോലെ നടക്കുവാൻ കഴിയും എന്നാണോ ദൈവവചനം പറയുന്നത് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വളരെ ആവേശഭരിതനാക്കി. എത്ര വലിയ സാധ്യതയാണ് തൻ്റെ മുമ്പിൽ ദൈവം തുറന്നിട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. യേശു നടന്നതുപോലെയുള്ള നടക്കുവാനുള്ള കൽപ്പന പലരെയും ഇന്ന് ഭാരപ്പെടുത്തുകയാണ്. അവരുടെ ഉള്ള ഉത്സാഹം കൂടി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതേ കൽപ്പന ചെറുപ്പക്കാരനായ ജോൺ വെസ്ലിയെ ഉത്തേജിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം അതൊരു വലിയ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ, അല്ലെങ്കിൽ ദൈവം ശക്തമായ നിലയിൽ കരങ്ങളിൽ എടുത്തുപയോഗിച്ച കർത്താവിൽ പ്രസിദ്ധനായ ജോൺ വെസ്ലി ഈ വചനം തൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ തുടങ്ങി. അദ്ദേഹം ക്രിസ്തു നടന്നതുപോലെ നടക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹം അറിയപ്പെട്ട, അനേകർക്ക് മാതൃകയുള്ള ഒരു ദൈവദാസനായി തീർന്നതിൽ നാം ഒട്ടും ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ഈ വചനം വായിക്കുമ്പോൾ ആ വചനം നമ്മോടും ആവശ്യപ്പെടുന്നത് ക്രിസ്തു നടന്നതുപോലെ നടക്കുവാനാണ്. നടപ്പ് അത് നമ്മുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. കൈകൾ പ്രവൃത്തിയെ കാണിക്കുന്നു, നമ്മുടെ ശുശ്രൂഷകളെ കാണിക്കുന്നു. ശുശ്രൂഷ തലത്തിൽ എല്ലാവർക്കും യേശുവിനെ പോലെയാകുവാൻ കഴിയുകയില്ല, യേശുവിനെ പിൻപറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ, അതായത് ജീവിത സാഹചര്യങ്ങളിൽ അവൻ നടന്നതുപോലെ നാം നടക്കേണ്ടതാകുന്നു, അവനിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതം നാം അതേപടി പകർത്തണം എന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. യേശുവിൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. ശകാരിച്ചിട്ട് തിരിച്ച് ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് തിരിച്ച് ഭീഷണി വാക്കുകൾ പറയാതെ, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ച്, ഉറച്ച കണ്ണുനീരോടും നിലവിളിയോടും അപേക്ഷയും അഭയയാതനയും കഴിച്ച്, കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി ഈ ഭൂപ്പരപ്പിൽ ജീവിച്ച മാതൃകാ പുരുഷനാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനും ത്യജിക്കപ്പെട്ടവനും വ്യസനപാത്രമായും ജീവിച്ചു. തന്നെ താൻ താഴ്ത്തി, വായെ തുറക്കാതെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ ലോകരക്ഷകൻ ഒരു മനുഷ്യവേഷത്തിൽ ഈ ഭൂമി ജീവിച്ചു. അവിടുന്ന് തൻ്റെ കാൽ ചുവടുകൾ പിന്തുടരുവാൻ നമ്മോടെല്ലാം ആവശ്യപ്പെടുകയാണ്. അത് ക്രൂശിൻ്റെ പാതയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ
ക്രൂശും വഹിച്ചുകൊണ്ട് കഷ്ടതകളോടുള്ള നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് മറ്റുള്ളവർ നമ്മളെ ശകാരിക്കുമ്പോൾ, നമുക്ക് അവകാശപ്പെട്ടത് പിടിച്ചു പറിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പഴിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ പ്രതികാര മനോഭാവത്തോടെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രേരണ ഉണ്ടാകാറുണ്ട്. എന്നാൽ വചനം വിലക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ ചുവടുകൾ പിന്തുടരണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നാം പഠിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലേക്ക് പകരണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നാം മരിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുന്നത്. നാം മരിക്കുക എന്ന് പറയുന്നത് ശാരീരിക മരണമല്ല. നമ്മുടെ സ്വയത്തിന് നാം മരിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നാം മരിക്കണം. നമ്മുടെ അത്യാഗ്രഹങ്ങൾക്ക് നാം മരിക്കണം. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങൾക്കും നാം മരിക്കണം. ദൈവവചനത്തിന് വിരോധമായി നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചിന്തകൾക്ക് നാം മരിക്കണം. അങ്ങനെ നാം ദിനംതോറും മരിക്കുമ്പോൾ യേശുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടും. ആ ജീവനാണ് ക്രിസ്തു നടന്നതുപോലെ നടക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. ആ ജീവനാണ് നമ്മുടെ ഇന്ധനം. അത് നമ്മുടെ മേൽ ദൈവം പകരട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ ജീവൻ, സമൃദ്ധമായ ജീവൻ ഞങ്ങളിലേക്ക് അവിടുന്ന് ഒഴുകണമേ. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ സ്വയത്തിൽ, ജഡത്തിൽ മരിക്കുവാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ